ഹലോ അസ്സാം വലൈക്കും. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു ഇടിച്ചക്കൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറുത്ത മുതിര കുതിർക്കാൻ വെള്ളത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കിടക്കട്ടെ. അപ്പോഴേക്ക് നമ്മൾ ഇടിച്ചക്ക സെറ്റാക്കി കൊണ്ടുവരാം. ഇടിച്ചക്കൻ്റെ തോല് ഇതുപോലെ നന്നായിട്ട് കളയണം കേട്ടോ. നന്നായിട്ട് കളഞ്ഞ് മാക്സിമം തോല് കളയാൻ പറ്റുന്നത് വരെ നമുക്കിങ്ങനെ ഇതുപോലെ കളയണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ കൂനിഭാഗം ഉണ്ടാവുമല്ലോ, അതും ചെത്തി കളയണേ. ഇതുപോലെ നന്നായിട്ട് ആ കൂനി ഭാഗം ചെന്തിക്കളയണം കേട്ടോ. നമ്മൾ ഇടിച്ചക്ക വെക്കുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാക്സിമം നമുക്ക് ചെറുതാക്കി എരിയാൻ കഴിയണം. കുഞ്ഞാക്കി ഇത് കൊത്തി എരിഞ്ഞ് കട്ടി കുറഞ്ഞ രീതിയിൽ അരിയാൻ കഴിയണം. അതാണ് ഇതിൻ്റെ നല്ലൊരു പ്ലസ് പോയിൻ്റ്. വളരെ നേർമായിട്ട് വേണം ഇത് നുറുക്കിയെടുക്കാൻ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വിലങ്ങനെ ഒന്ന് കത്തിനോടൊന്ന് കുറുക്കിലിട്ടതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ചെത്തി ഇതുപോലെ ചെത്തി ഇങ്ങനെ കൊണ്ടുവരേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇതുപോലെ നേർമായിട്ട് അരിഞ്ഞു വെക്കണേ ഇനി നമുക്കിത് കുടുക്കയിലേക്ക് മാറ്റാം. അപ്പം അതിന് വേണ്ടി കുടുക്കയിൽ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച മുതിര നന്നായിട്ട് കഴുകി വൃത്തിയായതിന് ശേഷം ഇതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ്, പച്ചമുളക്, ഈ ചേരുവകളൊക്കെ ചേർത്ത് വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു പാത്രത്തിന് ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് പറഞ്ഞത്. കാരണം നമുക്ക് ചക്ക വേവണമെങ്കിൽ അത്യാവശ്യം വെള്ളം വേണം. അതുകൊണ്ട് 3 കപ്പ് വെള്ളം കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ അടുപ്പൊക്കെ മൂട്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കൊടുക്കുക അവിടെ വെക്കേ. എന്നിട്ട് നമുക്കൊരു കുറച്ചൊരു 15 മിനിറ്റിലേറെ നമുക്കിത് വേവിക്കാൻ തന്നെ ടൈം വേണം കേട്ടോ. അടുപ്പത്തായതുകൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം എടുക്കേണ്ടി വരും. എന്നിട്ട് ഇതൊക്കെ സെറ്റാക്കി നമുക്കിതിലേക്ക് വറവിടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞങ്ങൾ വറവിടുന്നത്. അതിനകത്ത് വെളുത്തുള്ളി, ചീരുള്ളി, കറിവേപ്പില ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വറവിടുന്നത്. എന്നിട്ട് നമ്മളായിട്ടുള്ള ഇടിച്ചക്ക അതിനകത്തേക്ക് ഇടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റ.